അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ പാകിസ്ഥാൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും ഒരേ സമയം വെല്ലുവിളിച്ചുകൊണ്ട് ആഗോള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ രാജ്യം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അത്തരമൊരു നീക്കം നടത്തുന്ന ഭരണാധികാരികൾ ഒന്നടങ്കം നശിപ്പിക്കപ്പെടുമെന്നുമാണ് ലഷ്കറിന്റെ ഭീഷണി. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനും ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫുമായ സൈഫുള്ള ഖാസൂരി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പാകിസ്ഥാനെയും മറ്റ് മുസ്ലിം രാജ്യങ്ങളെയും ഞെട്ടിച്ച ഈ കടുത്ത മുന്നറിയിപ്പുള്ളത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ ഇസ്രായേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ചരിത്രപരമായ നീക്കമാണ് അബ്രഹാം കരാറുകൾ. ഈ കരാറിന്റെ ഭാഗമാകാൻ പാകിസ്ഥാനുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ഇറാനുമായി ഒരു പുതിയ കരാറിലെത്താനും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറുമായി ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾ നടത്തിയ ചർച്ചകളിലും ട്രംപിന്റെ ഈ നിർദ്ദേശം ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് മണ്ണിലിരുന്ന് പാകിസ്ഥാനെ തന്നെ വിറപ്പിക്കുന്ന ഭീഷണിയുമായി ലഷ്കർ കമാൻഡർ രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുന്ന വീഡിയോയിൽ ഇസ്രായേലിനെ ഒരു കാരണവശാലും മുസ്ലിം ലോകം അംഗീകരിക്കില്ലെന്ന് സൈഫുള്ള ഖാസൂരി വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിനെ സ്വീകരിക്കുന്നവർ അവർ ഭരണാധികാരിയായാലും രാജാവായാലും മറ്റാരായാലും നശിപ്പിക്കപ്പെടുമെന്ന് 3 തവണ ആവർത്തിച്ചാണ് ഖാസൂരി ഭീഷണി മുഴക്കുന്നത്. ഇസ്രായേലിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനെന്നും കൊള്ളക്കാരനെന്നും വിശേഷിപ്പിച്ച ലഷ്കർ ഭീകരൻ നിലവിലെ പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ സഖ്യം ജൂതരാഷ്ട്രത്തിനെതിരായ വലിയ ഒരു ഇസ്ലാമിക മുന്നണിയാണെന്നും അവകാശപ്പെടുന്നു. ഔദ്യോഗിക പദവികളിലുള്ള പാസ്പോർട്ടിൽ പോലും ഇസ്രായേൽ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാമെന്ന് എഴുതി വെച്ചിട്ടുള്ള പാകിസ്ഥാന്റെ നയങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതാണ് ഭീകര സംഘടനകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദവും ആഭ്യന്തര ഭീകര സംഘടനകളുടെ ഭീഷണിയും പാകിസ്ഥാനെ വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കുന്നതിൽ അർത്ഥമില്ലെന്നുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയത്. നേരത്തെ അമേരിക്കയുടെ ഗാസ സമാധാന ബോർഡിൽ പാകിസ്ഥാൻ പങ്കാളിയായപ്പോഴും അബ്രഹാം കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത പാക് നയതന്ത്രജ്ഞർ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനെ അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുക എളുപ്പമല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.